രാജ്യം ഇനിയും NDA ഭരിച്ചാൽ എന്തു സംഭവിക്കും? ആ തള്ളലൊന്ന് കേട്ടുനോക്കാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ NDA സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയം നടപ്പിലാക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത്. ജില്ലയിലെ ജമ്മലു മധുപൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന റാലിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു നേതാവ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രതിജ്ഞാബദ്ധത തങ്ങൾ നിറവേറ്റുമെന്നും ഇത് ധാരാളം സമയവും ഊർജവും ലാഭിക്കുമെന്നുമാണ് നേതാവ് പറയുന്നത്. ആന്ധ്രയിലെ YSRCP സർക്കാർ തങ്ങളുടെ അഴിമതി നടപടികളിലൂടെ സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് നയിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. നിലവിലെ ഭരണകാലത്ത് ആന്ധ്രാപ്രദേശിന്റെ കടം 13.5 ലക്ഷം കോടി രൂപയായി ഉയർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കാനാണ് TDPയുമായും ജനസേനയുമായും BJP സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളായതിൽ സംസ്ഥാനത്തെ ജനങ്ങൾ മടുത്തു. തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ എല്ലാ NDA സ്ഥാനാർത്ഥികൾക്കും പിന്തുണ നൽകണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഭൂമിയിൽ നിന്ന് ദിനോസറുകൾ അപ്രത്യക്ഷമായതുപോലെ കോൺഗ്രസ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. 10 വർഷം കഴിയുമ്പോൾ ഏത് കുട്ടിയോടും ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി എന്താണെന്ന് പറയും. രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാനിൽ പുകഴ്ത്തിയെന്നാരോപിച്ച അദ്ദേഹം ഗാന്ധി കുടുംബത്തിന് ഇന്ത്യയിൽ രാഷ്ട്രീയം ചെയ്യാൻ ധാർമ്മിക അവകാശമില്ലെന്നും പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനെ കോൺഗ്രസ് അവഗണിച്ചെങ്കിലും പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചത് NDA ആണെന്ന് രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നും 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. മോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് 25 കോടിയോളം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 22,000 പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യയെ പ്രാപ്തരാക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം 4.5 മണിക്കൂർ നിർത്തിവെച്ചത് മോദി കാരണമാണെന്നും നേതാവ് എടുത്തു പറയുകയുണ്ടായി. മുൻപ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വാജ്പേയിയുടെയോ മോദിയുടെയോ നേതൃത്വത്തിലുള്ള BJP സർക്കാരുകൾക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നിട്ടില്ലെന്നും നേതാവ് അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. കോൺഗ്രസ് തീ കൊണ്ട് കളിക്കുകയാണ്. എന്നാലും കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്ക് തീയില്ല എന്ന് രാജ്നാഥ് സിംഗ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. കോൺഗ്രസ് മതത്തിന്റെ പേരിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും നേതാവ് തുറന്നടിച്ചു. അധികാരത്തിലെത്തിയാൽ അനന്തരാവകാശ നികുതി നടപ്പാക്കാനുള്ള കോൺഗ്രസിന്റെ പദ്ധതിയെയും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഇത് രാജ്യത്ത് മാന്ദ്യത്തിന് കാരണമാകുമെന്നാണ് നേതാവ് പറഞ്ഞത്. അർജന്റീനയും വെനസ്വലയും ഇത് നടപ്പിലാക്കുകയും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും രാജ്നാഥ് സിംഗ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 370 സീറ്റുകൾ നേടുമെന്നും പാർട്ടി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം 400 സീറ്റുകൾ കടക്കുമെന്നും രാജ്നാഥ് സിംഗ് ആത്മവിശ്വാസത്തോടെ പറയുകയുണ്ടായി. വിശദമായ വിലയിരുത്തലിന് ശേഷമാണ് ഈ പ്രവചനം നടത്തിയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും ഞങ്ങളുടെ സീറ്റുകൾ വർദ്ധിക്കുമെന്നും നേതാവ് ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. തമിഴ്നാട്ടിൽ കുറച്ച് സീറ്റുകൾ ലഭിക്കും. കേരളത്തിലും ഞങ്ങളുടെ അക്കൗണ്ട് തുറക്കും. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഗണ്യമായ സീറ്റുകൾ നേടുമെന്നും ഒഡീഷ, ജാർഖണ്ഡ്, അസം എന്നിവിടങ്ങളിൽ ഞങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും ഛത്തീസ്ഗഡ് തൂത്തുവാരുമെന്നും നേതാവ് കൂടുതൽ പ്രതീക്ഷയോടെയാണ് പറഞ്ഞു വെക്കുന്നത്.